ഇന്ത്യക്കെതിരായ തോൽവിക്ക് പിന്നാലെ പാകിസ്ഥാൻ ടീം മാനേജ്മെന്റിനെ കടുത്ത ഭാഷയിൽ വിമർശിച്ച് മുൻ പാകിസ്ഥാൻ പേസർ ഷൊയ്ബ് അക്തർ. തോൽവിക്ക് കാരണം പാകിസ്ഥാൻ ടീമിന്റെ മാനേജ്മെന്റ് ആണെന്നും കൃത്യമായ നിർദ്ദേശങ്ങളൊന്നും ലഭിക്കാതെയാണ് താരങ്ങൾ കളിക്കാനിറങ്ങുന്നതെന്നും അക്തർ പറഞ്ഞു. പാകിസ്ഥാൻ ബാറ്ററായ ബാബർ അസമിനെയും അക്തർ രൂക്ഷമായി വിമർശിച്ചു. ഇന്ത്യക്കെതിരായ തോൽവിയിൽ ഒട്ടും നിരാശയില്ല. കാരണം ഇങ്ങനെ സംഭവിക്കുമെന്ന് അറിയാമായിരുന്നു. എല്ലാവരും 6 ബൗളർമാരുമായി കളിക്കുമ്പോൾ ഇവിടെ 5 ബൗളർമാരെ പോലും തിരഞ്ഞെടുക്കാൻ സാധിക്കുന്നില്ല. 2 ഓൾറൗണ്ടർമാരാണുള്ളത്. ഒരു പിടിയും കിട്ടാത്ത മാനേജ്മെന്റാണിത്, അക്തർ പറഞ്ഞു. പാകിസ്ഥാൻ താരങ്ങളെ കുറ്റം പറയാൻ സാധിക്കില്ലെന്നും എല്ലാത്തിനും കാരണം മാനേജ്മെന്റ് ആണെന്നും അക്തർ പറയുന്നു. താരങ്ങൾക്കും മാനേജ്മെന്റിനും എന്താണ് ചെയ്യേണ്ടതെന്നറിയില്ല. കൃത്യമായ നിർദ്ദേശങ്ങളൊന്നും ലഭിക്കാതെയാണ് താരങ്ങൾ കളിക്കാനിറങ്ങുന്നത്. ഈ ടീമിലെ താരങ്ങൾക്ക് വിരാട് കോഹ്ലി, രോഹിത് ശർമ്മ എന്നിവർക്കുള്ളതുപോലെയുള്ള വൈഭവങ്ങളില്ലെന്നും അക്തർ കൂട്ടിച്ചേർത്തു. അതേസമയം പാക് ബാറ്റർ ബാബർ അസം ഫ്രോഡാണെന്നും മുൻ പേസർ തുറന്നടിച്ചു. ബാബർ അസമിനെ എന്തിനാണ് എപ്പോഴും വിരാട് കോഹ്ലിയുമായി താരതമ്യം ചെയ്യുന്നത്? 26 പന്തിൽ 23 റൺസാണ് ബാബർ അസം നേടിയത്. എപ്പോഴും ബാബർ അസമിനെ വിരാട് കോഹ്ലിയുമായി താരതമ്യം ചെയ്യുകയാണ്. എന്നാൽ ഇപ്പോൾ പറയൂ, കോഹ്ലിയേക്കാൾ മികച്ചവനാണോ ബാബർ? സച്ചിൻ തെണ്ടുൽക്കറുടെ 100 അന്താരാഷ്ട്ര സെഞ്ചുറി എന്ന റെക്കോർഡിലേക്ക് അടുക്കുകയാണ് കോഹ്ലി. ബാബർ PR-ൽ മാത്രമാണ് ഹീറോ. പ്രധാനപ്പെട്ട ഒരു താരവും ബാബറിനെ ഹീറോ ആയി കാണുന്നില്ല. നിങ്ങൾ തെറ്റായ ഹീറോകളെ തിരഞ്ഞെടുക്കരുത്. ചിലരെ വിശ്വസിക്കാനാവില്ല. പണം കൊടുത്ത് ഹീറോയാകാനാണ് ചിലർ ശ്രമിക്കുന്നത്, അക്തർ പറഞ്ഞു. സമീപകാലത്തെ വിരാട് കോഹ്ലിയുടെ പ്രകടനം വലിയ പ്രതീക്ഷ നൽകുന്നതായിരുന്നില്ല. പഴയ ഫോമിൽ കളിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നില്ല. എന്നാൽ ഏറ്റവും പ്രധാന മത്സരങ്ങളിൽ നിർണായക സെഞ്ചുറിയോടെയാണ് കോഹ്ലി കരുത്തുകാട്ടിയത്. 111 പന്ത് നേരിട്ട് 7 ബൗണ്ടറി ഉൾപ്പെടെയാണ് കോഹ്ലിയുടെ മിന്നും ബാറ്റിംഗ്. മോശം ഷോട്ടുകൾക്ക് ശ്രമിക്കാതെ മത്സരത്തിന്റെ സാഹചര്യത്തിനനുസരിച്ച് കളിക്കാൻ വിരാട് കോഹ്ലിക്ക് സാധിച്ചു. 51ാം ഏകദിന സെഞ്ചുറിയാണ് കോഹ്ലി നേടിയെടുത്തത്. ഇപ്പോഴും ബാല്യം തനിക്ക് ശേഷിക്കുന്നുണ്ടെന്ന് വിമർശകരോട് പ്രകടനം കൊണ്ട് പറയാൻ കോഹ്ലിക്ക് സാധിക്കുന്നു. കോഹ്ലിയെ മാതൃകയാക്കണമെന്നാണ് അക്തർ പറയുന്നത്. വിരാട് കോഹ്ലിയുടെ പ്രകടനം നോക്കൂ. പാകിസ്ഥാനെതിരെ കളിക്കുമ്പോൾ എപ്പോഴും മികവ് കാട്ടാൻ കോഹ്ലിക്ക് സാധിക്കാറുണ്ട്. അവന്റെ മികവിന് കൈയടിക്കാതെ വയ്യ. സൂപ്പർ താരമാണവൻ. എല്ലാ അഭിനന്ദനങ്ങൾക്കും അവൻ അർഹിക്കുന്നു, അക്തർ കൂട്ടിച്ചേർത്തു.